സാർ, ഈ നരേന്ദ്രമോദിയുടെ ഈ നിലപാടുകളിൽ അസാധ്യം എന്ന് പറയുന്ന ഒരു കാര്യമില്ല. ഇപ്പോ ആർട്ടിക്കിൾ 370 റദ്ദാക്കുന്നത് ഉൾപ്പെടെ ഏത് കാര്യം നമ്മൾ പരിശോധിച്ചാലും അദ്ദേഹത്തിന് അസാധ്യം എന്നൊന്നുമില്ല, എല്ലാം സാധ്യമാണ്. ഇപ്പോ വളരെ മെച്യൂരിറ്റി ഉള്ള ഒരു മനുഷ്യനാണ്. ഒരുപാട് പ്രതിഷേധങ്ങളും ആരോപണങ്ങളും വിമർശനങ്ങളും ഒക്കെ കേൾക്കുമ്പോഴും മൗനം പാലിച്ചുകൊണ്ട് അത് പ്രവൃത്തിയിലൂടെ കാണിച്ചു കൊടുക്കുന്ന ഒരാളാണ് നരേന്ദ്രമോദി. ഇപ്പോ ചിക്കൻ നെക്ക് അത് ഭൂപടത്തിൽ നിന്ന് ഞങ്ങൾ അതിനെ മാറ്റും, ഞങ്ങളുടെ ഭാഗത്താക്കും എന്നൊക്കെ പറഞ്ഞ് പാകിസ്ഥാനും ബംഗ്ലാദേശും കിടന്ന് തിളച്ചപ്പോഴും അദ്ദേഹം ഒരു വക മിണ്ടിയിട്ടില്ല. ഇപ്പോൾ 60 കിലോമീറ്റർ അതിന്റെ നിയന്ത്രണം വികസിപ്പിച്ചിരിക്കുകയാണ്. അത് 2 മാസം മുമ്പ് നടന്നതാണ്, പക്ഷെ പുറത്തു വന്നത് ഇപ്പോഴാണ് എന്നുള്ളത് മാത്രം. അപ്പോ കൃത്യമായി മറുപടി പ്രവൃത്തിയിലൂടെ ബംഗ്ലാദേശിനും പാകിസ്ഥാനും നൽകിക്കൊണ്ടാണ് നരേന്ദ്രമോദി ചിക്കൻ നെക്കിന്റെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിനെ നമ്മൾ എങ്ങനെയാണ് കാണേണ്ടത്? ഇന്ത്യയുടെ സുരക്ഷയ്ക്ക് വേണ്ടതായ കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ പല വട്ടം അത് പറയും. വേറെ കാര്യം പറയും, ഇന്ത്യയുടെ ബോർഡർ ഇദ്ദേഹം വന്നതിന് ശേഷം അതിർത്തി നിർണ്ണയിച്ചറിയാം. പല സ്ഥലങ്ങളിലും നമുക്ക് അതിർത്തിയില്ലായിരുന്നു. അങ്ങനെയാണ് ഒരു വട്ടം ഈ പറയുന്ന ബംഗ്ലാദേശ് എന്ന് പറയുന്ന സ്ഥലത്ത് വന്ന് മീൻ കച്ചവടം ചെയ്യുന്ന ഒരാൾ എൻ്റെ അടുത്ത് സംസാരിച്ച് പറഞ്ഞു, അവിടെ നമ്മൾ ഈ വരമ്പി അടി വരത്തില്ലേ, അതുപോലെ ഇങ്ങോട്ട് ഇന്ത്യയിലോട്ട് ആള് കയറുന്നത് ഈ സാധനം. അപ്പോൾ നേരത്തെ ഈ ഒരു പരിധി വരെ ഇത് അനുവദിച്ചിരുന്നല്ലോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 2 രാജ്യത്തിനകത്ത് ഈ വിഭജനത്തിന് ശേഷം ഇവരുടെ കുറേ ബന്ധുക്കൾ ഈ പശ്ചിമ ബംഗാളുണ്ട്, ബംഗ്ലാദേശിൽ. അതിപ്പോൾ കുറച്ചൊക്കെ അങ്ങനെ വെച്ച് മാത്രമല്ല, അതുകൊണ്ടല്ലേ ഇപ്പോൾ 2011 കണക്ക് പോലും 2 കോടി ജനം ഇവിടെ ഉണ്ടെന്നാ. ഇപ്പൊ എത്ര ഉണ്ടെന്ന് അറിയത്തില്ല. നീക്കം ഈ നമ്മുടെ SIR കഴിയുമ്പോഴത്തേന് നീക്കമൊക്കെ ഉണ്ടാവും. അവസാനം ഇവന്മാർ തന്നെത്താൻ ഇവിടുന്ന് പോകും. കാരണം തന്നെത്താൻ ഇവിടുന്ന് പോകുന്ന പറഞ്ഞാൽ ഇതുവരെ ഇവിടെ പിടിച്ചു വെച്ചിരുന്നവരാരും ഇനി ഇവരുടെ കൂടെ കാണത്തില്ല. പറഞ്ഞു വരുന്ന വോട്ടില്ലല്ലോ, വോട്ടില്ല, ഒരു ആനുകൂല്യം കിട്ടത്തില്ല. മാത്രമല്ല ഇവരെ ആരും തല്ലിക്കൊന്നാലും ചോദിക്കത്തില്ല. ഇവിടുത്തെ ഒരു പൗരനെ തല്ലിക്കൊന്നാലേ ചോദിക്കുള്ളൂ. റോഡിൽ കിടക്കുന്ന പട്ടിയെ തല്ലിക്കൊന്നാ ചോദിക്കൂ. പട്ടിയെ തല്ലിക്കൊല്ലാൻ ചോദിക്കാൻ ആളുണ്ട്. നമ്മളിപ്പോൾ മേനകാന്തി അല്ലെങ്കിൽ വേറെ ചില ആൾക്കാരുണ്ട്. പക്ഷെ ഇവരെ തല്ലിക്കൊന്ന ചോദിക്കുക. അപ്പൊ ഇവര് തന്നെത്താൻ ഇവിടുന്ന് പോകും. ഇതുവരെ ഇവരെ സംരക്ഷിച്ചുകൊണ്ടിരുന്നത് എന്താണ്? ആരൊക്കെയാണ്? ഇന്ത്യക്കകത്ത് കലാപം ഉണ്ടാക്കാൻ വേണ്ടി ഇവരെ കൊണ്ടുവന്നിരുന്നവർ. അപ്പോൾ അവർക്ക് വില ഉണ്ടാക്കി കൊടുത്തതാരാ? അവരെ വേറെ ആൾക്കാർക്കും സംരക്ഷിക്കാൻ കണ്ട രീതിയിലേക്ക് അവരെ ആക്കി തീർത്തു. വ്യാജ വോട്ടർ ID ഉണ്ടാക്കി, വ്യാജ ആധാർ കാർഡ് ഉണ്ടാക്കി, വ്യാജ റേഷൻ കാർഡ് ഉണ്ടാക്കി അവനെ ഇവിടെ നിലനിർത്തി, ഇവിടുത്തെ പൗരനായിട്ട് സൃഷ്ടിച്ചു. അപ്പോൾ അവന് വേണ്ടി എല്ലാവരും സംസാരിക്കുന്ന ഒരവസ്ഥ വന്നു. ഇവനെ തള്ളിപ്പറയാൻ ആരും ഇല്ലാത്തൊരവസ്ഥ വന്നു. മനസ്സിലാവുന്നുണ്ട്? അവന് വോട്ടുണ്ടെന്നും പറയല്ലേ. വോട്ട് മറ്റവർക്കാ ചെയ്യുന്നത്. അപ്പം അത് വന്നു. അപ്പം ഇതിനകത്ത് നമ്മൾ പറഞ്ഞു വന്നത്, നമ്മൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ഇപ്പം തന്നെ ഇപ്പം കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് പറഞ്ഞു. ഏറ്റവും അവസാനം ഏറ്റവും വലിയൊരു പ്രശ്നമായിരുന്നു ഇന്ത്യ മഹാരാജ്യത്തിനകത്ത് നമ്മളുടെ ഈ ചിക്കൻ നെക്ക്. അതുപോലെ തന്നെ ഇന്ത്യൻ മഹാരാജ്യത്തിനകത്ത് പ്രശ്നം ഉണ്ടാക്കിയ ഒരു പ്രദേശമാണല്ലോ കാശ്മീർ. ഇപ്പോഴും പ്രശ്നമാണ്. ഇപ്പോഴും കാശ്മീർ വിഷയം. കാശ്മീർ എന്ന് പറയുന്നത് ഈ പറയുന്ന നശിച്ച പാകിസ്ഥാൻ അങ്ങ് കിട്ടിയിട്ട് വലിയ ഗുണമൊന്നുമില്ല. പക്ഷെ ആ വിഷയത്തെ പിടിച്ച് പാകിസ്ഥാൻ ആ വിഷയത്തിൽ നിന്ന് വിടാൻ തീരുമാനിച്ചാൽ പോലും നമ്മളെ ഉപദ്രവിക്കാൻ നിൽക്കുന്ന രാജ്യങ്ങൾ നിങ്ങൾ അതിനകത്തുനിന്ന് വിടരുത് കേട്ടോ. ആ വിഷയം വെച്ചിട്ട് ഇന്ത്യക്കകത്ത് എപ്പോഴും ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി ഉള്ളൊരു കാരണമാണ്. ആ കാരണം കളഞ്ഞു പൊളിക്കരുത്. ഈ കാരണം ഉണ്ടാക്കി കൊടുത്താരാ? പറഞ്ഞുകൂടാ, നമ്മുടെ പ്രധാനമന്ത്രി അത് ഉണ്ടാക്കി കൊടുത്തേ. അന്ന് ഈ POK ഉൾപ്പെടെ ഉള്ളത് നമ്മുടെ ഭാഗത്തേക്ക് വന്നേനേം എന്ന് പറയുമ്പോൾ അത് ഭാഗത്തേക്ക് വരുന്ന ഒരവസ്ഥയിൽ, അല്ലെങ്കിൽ നമ്മൾ യുദ്ധം ചെയ്ത് പിടിച്ചെടുക്കാൻ പട്ടാളക്കാർ നിന്നപ്പോൾ അന്നേരം UN കൊണ്ട് കൊടുത്ത് പറഞ്ഞ് നിൽക്കുന്നിടം വെച്ച് നിർത്താൻ പറഞ്ഞു. നിൽക്കുന്നിടം വെച്ച് നിർത്തിയിട്ടുള്ള ബോർഡറിലായി ഇപ്പോൾ നമ്മൾ പട്ടാളം പിടിച്ചിടം വരെ അവിടെ നിൽക്കും. അതിൻ്റെ ഭാഗം അങ്ങനെയാണ് ഈ POK ഉൾപ്പെടെയുള്ള കാശ്മീരിലെ സംഭവം നിൽക്കുന്നത്. അപ്പം ഇതിനകത്ത് ഈ ചിക്കൻ നെക്ക് പോലെ നമുക്ക് തലവേദന ഉണ്ടാക്കുന്ന ഒരു സാധനമാണല്ലോ POK. നമ്മളിപ്പോൾ പിടിക്കുന്നില്ല. രാജ്നാഥ് സിംഗ് പലവട്ടം പറഞ്ഞു, അമിത്ഷാ പലവട്ടം പറഞ്ഞു, അതുപോലെ ഡോവൽ പറഞ്ഞു, ജയശങ്കർ പറഞ്ഞു. അത് നമ്മുടെ ഭാഗമല്ലേ? ജയശങ്കർ ഈ അടുത്ത ദിവസങ്ങളിൽ സംസാരിച്ച ഓർമ്മയുണ്ടോ? ചിക്കൻ നെക്ക് ബംഗ്ലാദേശ് നമ്മുടെ ബോർഡർ. ബംഗ്ലാദേശ് നാടേ നമ്മുടെ അതിർത്തി രാജ്യമാണ്. ബംഗ്ലാദേശ് അല്ല, അഫ്ഗാൻ നമ്മുടെ അതിർത്തി രാജ്യമാണ്. അഫ്ഗാൻ നമ്മുടെ അതിർത്തി കിടക്കും. നമ്മുടെ അതിർത്തി രാജ്യമല്ലേ? അപ്പോൾ എല്ലാവരും മട്ടും നോക്ക്. അഫ്ഗാൻ അതിർത്തി രാജ്യമാകണം, എങ്ങനെ ഇരിക്കണം? POK നമ്മുടെ ഭാഗമാകണം. അപ്പം ഇതിനകത്ത് ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ജയശങ്കറിൻ്റെ ചില പ്രസ്താവനകൾ കണ്ടില്ല നമ്മൾ. ഇതിനകത്ത് ഏറ്റവും വലിയ നമ്മുടെ ഞാൻ മുമ്പ് പറഞ്ഞ 2 വിഷയം. ഒന്ന് ഇപ്പോൾ പാക് ഒക്കുപ്പൈഡ് കാശ്മീർ എന്ന് പറയുന്ന തർക്കപ്രദേശവും ഈ പറയുന്ന ഈ ചിക്കൻ നെക്ക്, രണ്ടാണ് നമ്മളെ പ്രതിസന്ധിയിലാക്കുന്നത്. ബോർഡറുകളില്ലാത്ത പ്രതിസന്ധിയിൽ ഉണ്ടാക്കുന്നതിൽ, അല്ലെങ്കിൽ വാടാ ഞങ്ങളുടെതാന്നൊക്കെ പറഞ്ഞുകൊണ്ട് മാപ്പ് വരയ്ക്കുകയും മറ്റേ പടം വരയ്ക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഈ POKയുടെ അകത്ത് കഴിഞ്ഞ ദിവസം അദ്ദേഹം ഇവിടെ വന്നായിരുന്നല്ലോ, ഈ മുത്താഖിയുടെ പേരെന്ത്, അബ്ബാസ് മുത്താഖി. അദ്ദേഹം ഇവിടെ വന്നപ്പോൾ പറഞ്ഞത് നമ്മുടെ അയൽരാജ്യമാണല്ലോ. അന്നേരം അഫ്ഗാനിസ്ഥാൻ എങ്ങനെ അയൽരാജ്യമാകുന്നത്? അപ്പം ഈ ജയശങ്കർ അഫ്ഗാനിസ്ഥാൻ അയൽരാജ്യമാണെങ്കിൽ POK നമ്മുടെ ഭാഗമാകണം.
POK നമ്മുടെ ഭാഗമാക്കിയിട്ട് സംസാരിക്കുന്ന വിദേശകാര്യമന്ത്രിയെയും രാജ്നാഥ് സിംഗിനെയും അമിത്ഷായെയും ഒക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് അത് അങ്ങ് വന്നോളും, അവിടെ ചില ഫിൽറ്ററിങ്ങിൻ്റെ ആവശ്യമുണ്ട്, അവിടെ ചില ആൾക്കാർ തമ്പടിച്ചിട്ടുണ്ട്, അവിടെ ചില ആൾക്കാർ ഇരിക്കുന്നുണ്ട്, അതിനുവേണ്ടി പാകിസ്ഥാൻ അത് ഉപയോഗിക്കുന്നു. അടുത്ത ദിവസങ്ങളിൽ നമ്മുടെ ആബിദ് ഷഹീദിൻ്റെ കാര്യം പറഞ്ഞില്ലേ, നമ്മുടെ ഇന്ത്യ ടുഡേ റിപ്പോർട്ട് ചെയ്തില്ലേ, അവൻ ഇവിടെ ഉണ്ട്, അന്നേരെ പോയി, ഇന്നലെ വീണ്ടും ഉണ്ടായിട്ട് ഓടിക്കൊണ്ടിരിക്കുക. അവൻ്റെ കൂടെയുള്ള ഒരുത്തനെ നമ്മുടെ ഈ തൃശ്ശൂരിൻ്റെ സമയത്ത് നമ്മളീ പറയത്തില്ലേ, ആ പാലമൊക്കെ പണിയുമ്പോൾ അവനെ കുരുതി കൊടുക്കണം, ഒരുത്തനെ കാച്ചി. ഇയാൾ ഇന്നൊരു യാതയൊക്കെ വെച്ചത്, യാതയില്ല, മുദ്രാവാക്യമില്ല, അവൻ്റെ നമ്മുടെ വെറുതെ ആട് കിടക്കുന്നൊരു കൂടെ അതുമില്ല, കൂടെ ഉണ്ട്, ഇത് കൂടെ ഇല്ല, അവൻ പോയി. രക്തസാക്ഷികൾക്ക് രക്തസാക്ഷി അത് പല ഭാഗത്തായനെ ഇയാള് രക്തസാക്ഷികൾക്ക് ഓപ്പറേഷൻ സിന്ദൂർ ഇവന്റെ രക്തസാക്ഷിത്വം എന്ന് നടന്നതിന് അവന് മനസ്സിലായി എവിടെ നിന്നാലും ഗതിയില്ല. സമാധാനം എന്ന് പറയുന്ന ഒരു കാര്യം ഞങ്ങൾക്കില്ല ഇപ്പൊ. ഇവിടെ ഭയങ്കര അതറിയാവും. ഇത് പറഞ്ഞു വരുന്നതിന്റെ കൂടുതൽ പരാതി എന്ന് പറയുമോ, ഞങ്ങളെ രക്ഷിക്കണം, ഞങ്ങൾ ആരെ രക്ഷിക്കാന്, ഞങ്ങൾക്ക് സംരക്ഷണം തരുമോ, ആരെന്നറിഞ്ഞാലേ ഒന്നും ചെയ്യാൻ. രണ്ടാമത് പാകിസ്ഥാനോടെ എന്ന് പറയുന്നത്, പാകിസ്ഥാൻ ഇപ്പൊ പട്ടാളമില്ല, ഉള്ള പട്ടാളത്തെ ശമ്പളം കൊടുക്കാൻ മാർഗമില്ലാത്തതുകൊണ്ട് കുറേത്തിന് ഗാസയെ വിട്ടു, കുറേത്തിന് സൗദി വിട്ടു, അവിടെ പട്ടാളം ഒന്നുമില്ല. അവിടെ എന്ന് പറയാം ഞങ്ങൾക്ക് സുരക്ഷിതം ഇവിടെ ഇവനെല്ലാം സുരക്ഷിതത്വം കൊടുത്ത് 25-26 പട്ടാളക്കാർ കൂടെ തോക്കും പിടിച്ചോണ്ടിരിക്കുമ്പോഴാണ് വന്ന് ടിഷ്യൂ അവന്മാരെ ഒന്നും ചെയ്യാനും പറ്റുന്നില്ല, കാണാനുമില്ല. ഇപ്പൊ ഇതറിഞ്ഞില്ല. അപ്പൊ ഇതിനകത്ത് വന്നത് ഇപ്പം ഇദ്ദേഹം കഴിഞ്ഞ ദിവസം ഒരു പടവും വരച്ചോണ്ട്, നേരത്തെ ഒരു പടവും വരച്ചോണ്ട് നിന്ന യൂനസിന്റെ ഒരു ചെറുക്കൻ്റെ പടവും വരച്ചോണ്ട് ബൈഡൻ ആയിരുന്നു അവിടെ ചെന്ന് തോളലൊക്കെ തൊട്ട് നല്ല പടമാണെന്നൊക്കെ പറഞ്ഞ് പടവും വരച്ചോണ്ട് നമ്മളൊന്നും മിണ്ടാൻ പോലും. ഇന്നലെ ഒരു പടവും വരച്ചോണ്ട് കുമാരി പോയായിരുന്നു. ഏതാ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളുടെ യൂനസ് അത് പൊക്കി പിടിച്ചോണ്ട് നിൽക്കുന്നു. ഇപ്പോഴത്തെ പാകിസ്ഥാനിലെ ഈ ഉള്ള മെഡലും എല്ലാം കൂടെ വാരിക്കുത്തി എവിടുന്ന് ഇവരൊക്കെ ഇത് കിട്ടുന്നു. ഒരു യുദ്ധത്തിൽ പങ്കെടുത്തിട്ടില്ല. ബലൂചിസ്ഥാൻ അറിവ് ഓടിച്ചിട്ടടിക്കുമോ രാജ്യം അതിനുള്ള മെഡലായി കാണിച്ചേക്കുന്ന മൊത്തം. നമ്മുടെയൊക്കെ പട്ടാളക്കാരൻ നെഞ്ചു തൂത്തേക്കുന്നത് ജയിക്കുന്നതിന്റെ മെഡൽ, ഇവർക്ക് തോക്കുന്നതിന്റെ മെഡല്, അടി മേടിക്കുന്നതിന് മെഡല്, എല്ലാത്തിനും മെഡലാ. അങ്ങനത്തെ മെഡൽ കുത്തിക്കൊണ്ട് ആ പടമൊക്കെ കാണിച്ചുകൊണ്ട് ഇപ്പൊ ഇന്ന് വരെ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ വരുന്ന വാർത്തയെന്ന് പറഞ്ഞാൽ 22 കിലോമീറ്റർ ആയിരുന്നു സാമാന്യം, ഇപ്പൊ 68 ഇതെങ്ങനെ വളരുവാന്നോ, സ്വയംഭൂവാന്നോ? കഴിഞ്ഞ ദിവസം ഇതിനകത്ത് വേറെ കാര്യമൊന്നുമില്ല. കഴിഞ്ഞ ദിവസം ഇന്ത്യയുടെ പട്ടാള മേധാവി, നമ്മുടെ മെയിൻ പട്ടാളം അവിടെ കയറി അതിനകത്തോട്ട് കയറി ആ മറ്റേ ചെറുക്കനെ വിളിച്ചിറക്കിയിട്ട് പറഞ്ഞിട്ട്, ഇത് കണ്ടോ ഈ ചിക്കൻ നെക്കിനകത്ത് തോന്നിവാസം നടക്കുന്നുണ്ട്, പാകിസ്ഥാൻ്റെ കെയർ ഓഫിലാണ് നടക്കുന്നത്, ഭീകരവാദികൾ ബങ്കറുകൾ ഉണ്ടാക്കുന്നുണ്ട്, ഇത് മാറ്റിക്കോ അല്ലെങ്കിൽ ഞങ്ങൾ മാറ്റും. മനസ്സിലായില്ലേ? അപ്പം അത് ഓക്കെ, ഇത് കാണിച്ചിട്ട് അവരിഞ്ഞിറങ്ങി പോകുന്നു. ഒരു രാജ്യത്തിനകത്ത് കടന്നു കയറിയാണ്. അപ്പം ആ രാജ്യത്തിൻ്റെ എന്ത് വേണ്ടി സുരക്ഷിതത്വം അറിയാം നമ്മൾ. പട്ടാളത്തിനും മറ്റേനൊക്കെ ഇന്ത്യ രാജ്യത്തിനകത്ത് വേറെ രാജ്യത്തിൻ്റെ ബോർഡർ ചോദിക്കാതെ കടന്നു കയറി ചെയ്യുകയെന്ന് പറയുമ്പോൾ തന്നെ അറിയാം എന്തും ചെയ്യാൻ പറ്റും. പിന്നെ ഇത് ചോദ്യം വരും. കാരണം ലോകക്രമമുണ്ട്. ആ രാജ്യം ലോകത്തിനകത്ത് രാജ്യം, ആ രാജ്യത്തിൻ്റെ പരമാധികാരത്തിനകത്ത് കാരണമില്ലാതെ വേറൊരു രാജ്യം കടന്നു കയറിയാൽ, അല്ലെങ്കിൽ അത് നമ്മൾ ലോകത്തിനകത്ത് പല ലോകം നിലനിൽക്കുന്നതിനും അല്ലെങ്കിൽ മാന്യമായിട്ടുള്ള ആൾക്കാരെന്ന് പറഞ്ഞ ലോകക്രമമുണ്ട്. അല്ലെങ്കിൽ നമ്മൾ മറുപടി പറയേണ്ടി വരും, അല്ലെങ്കിൽ നമ്മളങ്ങനെ ചെയ്യാറുമില്ല. അപ്പോൾ ഇതിനകത്ത് ഇത് നമുക്ക് ചിക്കൻ നെക്കിൻ്റെ വിഷയം എന്നും വന്ന് പറയാം. ഞങ്ങൾ 6 സംസ്ഥാനങ്ങൾ ഇയാളങ്ങ് പടം വരയ്ക്കുക. 6 സംസ്ഥാനങ്ങളെ 7 സംസ്ഥാനങ്ങളെ കൂടെ കൂട്ടി യോജിപ്പിച്ച് പടം വരപ്പ് തീർന്നല്ലോ. അവിടെ ഇച്ചിരി വീതി കുറവുണ്ടായിരുന്നു, അങ്ങനെ ഇരുന്നോട്ടെന്ന് വിചാരിച്ചു. അപ്പോൾ പിന്നെ പടം വരച്ച് ഇരുന്നേ വെക്കൂ. അപ്പം അത് വീതി കൂട്ടി പിഒക്കെയുടെ കാര്യത്തിനകത്ത് തീരുമാനം കൂടിയപ്പോൾ അതങ്ങ് കുറേശ്ശെ ഇങ്ങനെ നമ്മൾ മാപ്പ് വരച്ചു തുടങ്ങി. മനസ്സിലായി? നമ്മൾ മാപ്പ് വരച്ചു തുടങ്ങിയപ്പോഴാണ് അവന് മനസ്സിലായതോടെ നമ്മൾ വരച്ചതുപോലല്ല, ഇന്ത്യ പേപ്പറിലല്ല വരയ്ക്കുന്നത്, ഭൂമിയിലാണ് വരയ്ക്കുന്നത്, ഈ അതിർത്തിയിലാണ് വരയ്ക്കുന്നതെന്ന് പറഞ്ഞു. അവൻ പേപ്പറിലാണ് വരയ്ക്കുന്നത്. പിഒക്കെയുടെ കാര്യത്തിനകത്ത് ഇതുപോലെ തന്നെ. അത് പിന്നെ ഇത് വരട്ടാണ്. ഇതിനകത്തുനിന്ന് അവിടെ ഇന്ത്യക്ക് ആവശ്യമുള്ള ആൾക്കാർ മാത്രം നിലനിൽക്കും. മാക്സിമം ഫിൽറ്ററിങ്. നമുക്കിപ്പം അവിടുത്തെ വേണമെന്ന് ചോദിച്ചാൽ നമ്മൾക്ക് ഈ അഫ്ഗാനുമായിട്ടൊരു ബോർഡർ ഉണ്ടാവും. മാത്രമല്ല ഈ ബെൽറ്റ് ആൻഡ് റോഡ് പദ്ധതി, ചില റോഡുകൾ യൂറോപ്പിൻ്റെ അല്ലെങ്കിൽ റഷ്യയിലേക്കൊക്കെ ഉള്ള ചില റോഡുകളുടെ ആവശ്യമുണ്ട്. ഇപ്പം ചില പൈപ്പ് ലൈനുകൾ ഈ പറയുന്ന പോലെ ബംഗ്ലാദേശിൽ നിന്ന് ഉൾപ്പെടെയുള്ളത് വരുന്നതിന് ഈ സ്ഥലം നമുക്ക് ആവശ്യമുണ്ട്. അതുകൊണ്ടാണ്. അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഒരു തലവേദന ഉണ്ടാക്കി വെച്ചിരുന്ന ഒരു സ്ഥലം, അതിനകത്ത് ഭീകരവാദികൾ, പിന്നെ ആ പ്രദേശം സ്വതന്ത്രമായിട്ടിരിക്കുന്ന ഒരു പ്രദേശം. അപ്പോൾ അവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളുടെ ആവശ്യം എന്താണെന്ന് പറയും, ഇത് സ്വതന്ത്രമായിട്ട് തന്നെ
നയിക്കണം. അതിൻ്റെ നിയന്ത്രണം ഇപ്പോൾ പാകിസ്ഥാൻ വേണ്ട, ഇന്ത്യയുടെ ഭാഗമായിട്ട് എന്നാൽ ചാപ്പാടിച്ചാൽ നല്ലപോലെ വൃത്തിയായിട്ട് കിടക്കാം. അത് അവിടെ ഒരു നേതാവും ഒരു പ്രധാനമന്ത്രിയും ഒരു മിനിസ്ട്രിയൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പം അത് അങ്ങനെ ആഗ്രഹിക്കുന്നു രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാർ, അവിടുത്തെ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാർ അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ അത് ഇന്ത്യയുടെ ഭാഗമാകും അത് ആയി എന്ന് വിചാരിച്ചിരിക്കുന്ന നേതാക്കന്മാർ, അജിത് ഡോവൽ ഉൾപ്പെടെ ജയശങ്കർ ഉൾപ്പെടെ അവരെല്ലാം ഇപ്പം POK തർക്കപ്രദേശമാണെന്നും പറയുന്നില്ല, മനസ്സിലായില്ലേ? POK പാക് ഒക്കുപൈഡ് കാശ്മീർ എന്നല്ല, ആ പ്രദേശം ഇന്ത്യയുടെ ഭാഗമാണെന്നുള്ള രീതിയിൽ ഔദ്യോഗികമായിട്ടുള്ളൊരു പ്രഖ്യാപനമൊന്നും വന്നിട്ടില്ല. അത് യുദ്ധം ചെയ്യാൻ നമ്മളില്ല, തന്നെ നടന്നു വരുമല്ലോ, പല്ലൊക്കെ പിള്ളേരുടെ പൊഴിഞ്ഞു പോകുന്നല്ലേ, നടന്നു പോരും എന്നുള്ള രീതിയിലേക്ക്. അപ്പം ഇതിനകത്ത് ഇപ്പം നമ്മൾ പറഞ്ഞു വന്നത്, ഈ വടക്കിഴക്കൻ സംസ്ഥാനത്ത് നമുക്ക് വിഷയമുണ്ടായിരുന്ന പ്രദേശം നമ്മൾ കടന്നു കയറി നമ്മൾക്ക് ആവശ്യത്തിന് വികസിപ്പിച്ചെടുത്തണൊക്കെ ആരും അറിഞ്ഞില്ല. ആരും അറിയാത്തതിൻ്റെ കാര്യം ഇതൊരു വലിയ കാര്യമല്ലെന്ന്, ഇന്ത്യക്ക് ഇതൊരു വലിയ കാര്യമല്ല. അപ്പോൾ ഔദ്യോഗിക മാധ്യമങ്ങൾ അവരും പറഞ്ഞിട്ടില്ല. ആരോട് പറയാനാ, എന്ത് പറയാനാ? പറയുമല്ലോ. ഈ പ്രദേശം വികസിപ്പിക്കുമ്പോൾ ഒരു രാജ്യത്തിന് ശക്തി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ രാജ്യത്തിന് കഴിവുണ്ടെങ്കിൽ അവർ തിരിച്ചടിക്കണ്ടേ, അല്ലെങ്കിൽ നമ്മളോട് യുദ്ധം ചെയ്യണ്ടേ? അതിനുള്ള പ്രാപ്തിയില്ല. ഇത് കൂടുതലായിട്ട് വലിപ്പത്തിൽ പറഞ്ഞിട്ട് അതിനകത്തുള്ളവന്മാർ അറിഞ്ഞാൽ നമ്മൾ ഇത്രേ ഉള്ളെന്നുള്ളതുമല്ല, ഞങ്ങളിപ്പോൾ ഇന്ത്യ കാണിക്കുമെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണല്ലോ അവന്മാർ അവിടെ നിൽക്കുന്നത്. യൂണിസ് അറിയത്തില്ലയോ? ഞങ്ങളിപ്പോൾ ഇന്ത്യ പണിക്കും മറ്റവർക്ക് ഒക്കെ പറഞ്ഞ് അവിടുത്തെ ആൾക്കാർ ഈ ബോധമില്ലാത്തവരെയൊക്കെ ബോധവൽക്കരിച്ച് ഇന്ത്യക്കെതിരെ ഈ ശത്രുത അല്ലെങ്കിൽ ഇടിക്കുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പോൾ അവിടെ കയറി പിടിച്ച കാര്യം അവന്മാരറിഞ്ഞാൽ, ഇതിപ്പോൾ മാധ്യമങ്ങളിൽ വന്നാലല്ലേ അറിയാം, അവർ പറഞ്ഞാലല്ലേ അറിയാം, അല്ലെങ്കിൽ ഇതുപോലൊക്കെ അറിയത്തില്ല. ഇനിയിപ്പം ഉള്ള കാര്യങ്ങളൊക്കെ ചിലപ്പോൾ അറിഞ്ഞേക്കാം. അവിടെ അതിനകത്ത് അറിയാൻ ഇരിക്കാതിരിക്കാൻ വേണ്ടി അവർ മാക്സിമം ശ്രമിക്കുന്നത്. ഏതായാലും നമ്മളിപ്പോൾ പടം വരച്ചു തുടങ്ങി. ഇപ്പം നമുക്കവിടെ ആവശ്യം, കാരണം അവിടെ സ്പേസ് വേണം. നമുക്ക് വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലേക്ക് ചരക്ക് നീക്കത്തിനും അല്ലെങ്കിൽ ഇന്ത്യയുടെ ഈ പറയുന്ന പോലെ ത്രെട്ട് ഒഴിവാക്കുന്നതിനും. അതിപ്പോൾ ഇനിയിപ്പോൾ ആരൊക്കെയാണ്, നേപ്പാളും ഭൂട്ടാനും ഒക്കെ ഉണ്ട്. അവന്മാരെയൊന്നും വേണ്ട, ഇവിടുന്ന് തന്നെ വാന്താവും, മനസ്സിലായില്ലേ? ഈ പറയുന്ന ഈ പ്രദേശത്ത് കിടക്കുന്നവർ നമ്മളോട് താല്പര്യമുള്ളവരാണ്. അത് ചേട്ടായി പിടിച്ചോണ്ട് പോകും, ഞങ്ങളെ കൂടെ കൊണ്ടുപോകും. അവിടെ ഈ ഹിന്ദു അല്ലെങ്കിൽ ആ ഒരു ഗോത്രവർഗമാണ് ആ പ്രദേശത്ത് കിടക്കുന്നത്. അപ്പം അതിനൊക്കെയുള്ള ഒരു സാധ്യതയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇന്ത്യയുടെ കളി ഈ പറയുന്നത് പോലെ നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല. വളരെ കണക്കുകൂട്ടി കൃത്യമായിട്ട് കൈകാര്യം ചെയ്ത് ഇന്ത്യക്ക് വേണ്ട സുരക്ഷിതത്വം, ഇന്ത്യക്ക് എന്തൊക്കെ ആവശ്യമുണ്ടോ അതൊക്കെ ഓരോ ദിവസവും നേടിയെടുത്ത് പോകുന്നു. ഇന്ത്യക്ക് വരുന്ന ത്രെട്ടുകൾ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കി അതിന് വേണ്ട സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയും തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.